Hi guys, welcome to my channel. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിച്ച് കാണും. എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടി. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പം എൻ്റെ ചേട്ടനാണ് ഗിഫ്റ്റ് വന്നത്. നിങ്ങളുടെ മുമ്പ് വെച്ചത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ചേട്ടനോട് എനിക്കൊരു ലൈറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ലൈറ്റൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അടിപൊളി. അടിപൊളി ലൈറ്റ് വേണം. കാണേണ്ട എന്തുവന്നു ഒരു മൈക്കാണ്. നമ്മൾ ഇത്ര ദിവസം വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ നോർമൽ ഹെഡ്സെറ്റിൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ബോയയുടെ BY-M1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ്. ഇതേ മൈക്ക്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെയിറ്റ് ഐറ്റംസൊക്കെ എൻ്റെ വണ്ടി എഴുതിയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. നല്ലൊരു പാക്കിംഗ് ഒക്കെ ഉണ്ട്, കൊള്ളാം. യൂസർ മാനുവൽ, വാറണ്ടി പോളിസീസ് ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൂടെ നോക്കിയേക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ നോയ്സ് ക്യാൻസലേഷൻ്റെ നോഡുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. യെസ്, അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിലോട്ടൊക്കെ കുത്താനുള്ളൊരു കണക്ടറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ടർ ഓക്കെ, നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു 3.5 mm ജാക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇതിലൊക്കെ യൂസ് ചെയ്യാം. ആംബിലോട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഒരു സെല്ല് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബോയയുടെ റിവ്യൂ നേരത്തെ നോക്കിയായിരുന്നു കേട്ടോ. പൈസ കൂടുതലായതുകൊണ്ട് ബോയ എടുക്കാണ്ട് ഇച്ചിരി കുറഞ്ഞ ഏതെങ്കിലും കമ്പനിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ബോയയുടെ മൈക്കിൽ വരുന്നൊരു ബാറ്ററി വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഈ നടുക്കത്തൊരു സാധനം കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി ഇടുകയാണെങ്കിൽ ഈ ക്യാമറാസിൽ DSLR-ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ ഒരു പവറൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണിത്. ഇതിൻ്റെ അകത്ത് വേണ്ടി ഇങ്ങനെ ബാറ്ററി ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് ഇത്. കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 20 feet ആണ്. അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇത് മുഴുവൻ ഞാൻ അഴിക്കുന്നില്ല. മൈക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു കോളർ പിന്ന് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. മൈക്ക് കോളർ പിന്ന് കിട്ടുന്നുണ്ട്. കോളർ പിന്ന് ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ചെറിയ നോഡുണ്ട്, ചെറിയൊരു സ്പേസും ഉണ്ട്. മൈക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ മൈക്ക് നൂരിയിട്ട് നമ്മുടെ നോർമൽ ഫോണിൻ്റെ സൗണ്ട് എന്താണെന്നും ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് കേട്ടണം. ഇനി നോർമൽ നമ്മുടെ ഫോണിൻ്റെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ടുള്ളൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയയുടെ നമ്മളിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ആ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു തവണ റെക്കോർഡ് ചെയ്ത് നോക്കി, ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കി. അപ്പം വലിയ ചേഞ്ച് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല.
അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കയറി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പോഴാണ് മറ്റൊരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നോർമൽ ക്യാമറ, നമ്മൾ ഫോണിൽ വരുന്ന ക്യാമറയ്ക്ക് എക്സ്റ്റേണൽ മൈക്കിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല, വോയിസ് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെ ഞാനാദ്യം കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ നോക്കി ഈ ബോയയുടെ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി. ഒന്നും കിട്ടിയില്ല. ഞാൻ കുറേ യൂസ് ചെയ്ത് നോക്കി, കിട്ടിയില്ല. പിന്നെയും നെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിച്ച അവസാനം ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മറ്റൊരു യൂട്യൂബർ പറഞ്ഞാണ് ഞാൻ ആദ്യം കാണുന്നത്. ഒക്കെ അങ്ങനെ യൂസ് ചെയ്ത് നോക്കി. ആപ്ലിക്കേഷൻ വളരെ ഫ്രണ്ട്ലി ഒരു ആപ്ലിക്കേഷനാണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ ഇപ്പം നല്ല നോയ്സ് ക്യാൻസലേഷനും വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല സൗണ്ടും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.